ഹായ് ഫ്രണ്ട്സ്, വൈകിട്ട് കട്ടനൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റുന്ന ഈസി 4 ബജികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനാവശ്യമായിട്ട് നമുക്ക് കടലമാവുണ്ട്. അപ്പോൾ 1 കപ്പ് കടലമാവ് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ കടലമാവിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാ മുളക് പൊടി ഇടാം, നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിമാവ് പൊടിച്ചിടാം, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഇടുമ്പോൾ മാവ് നല്ല പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാനനുസരിച്ച് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് തിക്കായി പോകാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസായി പോകാനും പാടില്ല. ഏതാണ്ട് ഈ കൺസിസ്റ്റൻസി, ഞാൻ കാണിക്കുന്ന കൺസിസ്റ്റൻസിയിൽ എടുത്താൽ നിങ്ങൾക്ക് നന്നായിട്ട് ബജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ബജി ഉണ്ടാക്കാനായിട്ട് ഞാൻ വാഴയ്ക്ക, മുളക്, മുട്ട, പപ്പടം ഇത് 4ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമായിട്ട് വാഴയ്ക്ക അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ നൈസായിട്ട് അരിയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അരിയാനായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ വാഴയ്ക്ക അരിഞ്ഞെടുക്കുന്നത്. വാഴയ്ക്ക ആദ്യം അരിഞ്ഞെടുത്ത് നമുക്കൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ എന്നിട്ട് മറ്റതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വാഴയ്ക്ക നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത് മുക്കിയെടുത്ത് പൊരിക്കാനും നമുക്ക് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ വാഴയ്ക്ക ഏതാണ്ട് ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം മുളക് നെടുകെ അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. മുളക് ഇങ്ങനെ അരിഞ്ഞാൽ മതിയാവും. ചിലരൊക്കെ ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാറുണ്ട്, നമ്മളിവിടെ ഒന്നും വയ്ക്കുന്നില്ല. അതെടുക്കുക. ഇത് നമുക്ക് മുട്ടയ്ക്കകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്സ് ആണ്. കുരുമുളകും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇത് നമുക്ക് മുട്ടയ്ക്കകത്ത് വെച്ച് മുട്ട ബജി പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് ഈ പരുവത്തിൽ നമ്മളിങ്ങനെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ മുട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഏതാണ്ട് മിക്സ്ചർ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് അവിച്ച മുട്ടയെ നെടുകെ പിളർന്ന്, അത്രയും പിളർക്കണ്ട കേട്ടോ, ഏതാണ്ട് ഇത്രയും പിളർന്ന് അതിനകത്തോട്ട് നമുക്ക് ഈ ഉണ്ടാക്കിയ മിക്സ്ചർ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്കിതിനകത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. എങ്കിൽ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുട്ട ബജിക്ക് ഇതിനകത്ത് ഇത് ഫില്ലിങ്സ് വെച്ച് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറില്ലേ, അപ്പോൾ അതുപോലെ ഇത് ഫില്ലിങ്സ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തന്നെ നമ്മൾ മാവിൽ മുക്കി പൊരിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡ്രൈ ചെയ്യാൻ മാറ്റി വെച്ച വാഴയ്ക്കാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത്, അപ്പോൾ മാവിൻ്റെ തിക്നെസ് ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടിയാൽ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ ആദ്യം കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് ബജി എങ്ങനെയാണ് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മുളകിൽ ഈ കോട്ടിങ് പിടിക്കത്തില്ല. നമ്മൾ ഈ മാവ് നല്ല രീതിയിൽ അത് എടുത്തില്ലെങ്കിൽ അത് പിടിക്കത്തില്ല. അപ്പോൾ അത് മുക്കി ഇവിടെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല എണ്ണ ചൂടായതിനു ശേഷം മാത്രം പൊരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചെറിയ പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ അറിയാം, നല്ല പൊങ്ങി കയറും, നല്ല ടേസ്റ്റാണ്. നമ്മൾ പപ്പട വടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് പപ്പട വട തന്നെയാണ്. അപ്പോൾ ഈ മാവിൽ നമുക്ക് ഈ 4 ബജികൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ട ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടത് ആ മാവൊക്കെ അതിനകത്ത് പിടിക്കും. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് മുരിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത് അധികം വേവുണ്ടല്ലോ, ഓൾറെഡി വെന്ത മുട്ടയാണ്. നമുക്ക് ഇതിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. നല്ല ചൂടെണ്ണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മുരിച്ചെടുത്ത് കോരി മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള 4 ബജികളാണ്. അത് ഒരേ മാവിൽ ഇത് കട്ടൻ്റെ കൂടെ കുടിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.